Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അമ്മേ, കേരളത്തിലെ അമ്മമാര് എന്തിനൊക്കെ കരയണേന്നറിയോ? സാധാരണ അമ്മമാരെന്തിനാ കരയുന്നേ? സങ്കടം വരുമ്പം കരയും, സന്തോഷം വരുന്ന കരയുന്ന അമ്മമാരും ഉണ്ട്. ഞാൻ സന്തോഷം വരുമ്പോ കരയാറടി. അല്ല, ഒന്ന് സവാള അരിയുമ്പോ, പിന്നെ കണ്ണീർ സീരിയല് കാണുമ്പോ. ഇതരിഞ്ഞാട്ടെ, നമുക്ക് നോക്കാലോ. സവാള അരിയുമ്പോ കണ്ണീരും. അമ്മ സമാധാനം, അമ്മ അരിഞ്ഞോ? അല്ല, മക്കളരി. ഓ, അമ്മക്ക് മാത്രല്ലല്ലോ, മക്കൾക്കും അരിയാൻ പറ്റും. നോക്കണം. ഈ മരുന്നൊന്ന് കണ്ണിലൊഴിച്ചു തന്നെ. എനിക്ക് സമയമില്ല അമ്മ, നമുക്ക് കുറേ പണിയുണ്ട്. എടി എന്റെ കണ്ണ് കടിച്ചിട്ടാടി ഒന്ന് ഒഴിച്ചതാ. എനിക്ക് സമയമില്ല അമ്മേ. അച്ഛമ്മയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴും കണ്ണടിയുള്ളതല്ലേ. എടി വേണേ, നിന്റെ കണ്ണടിച്ചാ പൊട്ടിക്കും കേട്ടോ. അമ്മ എന്തിനാ അവള് മേക്കിട്ട് വരുന്നേ? സരിതയെ വിളിക്ക്, കണ്ണില് മരുന്ന് ഒഴിക്കാൻ. ഇനി ഞാൻ സരിതയെ വിളിക്കണോ ഈ കണ്ണിന് മരുന്ന് ഒഴിക്കാൻ? നീ അല്ലേ എനിക്കൊന്ന് ഒഴിച്ചിരുന്നു? ആണാ? ഞാൻ തന്നെയാണോ എന്ന് ഒഴിച്ചിരുന്നേ? എന്നിട്ട് ഞാൻ ബനാറസ് സാരി ഉടുക്കാൻ ചോദിച്ചപ്പോ അമ്മ എന്താ തരാഞ്ഞ? പറ. എടി അവളെന്റെ മോളല്ലേടി, അവള് ചോദിച്ചപ്പോ ഞാനതൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ അമ്മയുടെ മകളല്ല? അമ്മ അപ്പൊ ആ സാരിയും കൊടുത്താ? കൊടുത്തു. ഒന്ന് ഒഴിച്ചാവും ഞാൻ ആ സാരി അത്രയും ആഗ്രഹിച്ചിട്ടല്ലേ അമ്മയോട് ചോദിച്ചേ ഒന്ന് ഉടുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് അമ്മ എനിക്ക് തന്നോ? അതുകൊണ്ട് എനിക്ക് മരുന്ന് ഒഴിച്ചേരാൻ നിൽക്കയില്ല. എടി മക്കളെ, മധു നീ ഒന്ന് ഒഴിച്ചു തന്നടി. ആ, ഞാൻ ഒഴിച്ചുതരാം. അവിടെ ഇരുന്നേ, അവക്ക് ഉള്ളി അരിയാനുണ്ട്. അച്ഛമ്മ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒഴിച്ചു തരണ്ട, ഞാൻ എങ്ങനെങ്കിലും ഒഴിച്ചോളാം. അന്നേരം കേട്ടോ. അവ മൊത്തം കണ്ണിൽ കമത്തരുത്. എന്നാ ഒഴിച്ചാ മധു. എന്നാലും പാവ അച്ഛമ്മ, അച്ഛമ്മയ്ക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കായിരുന്നു. ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടല്ലേടി അത് ചോദിച്ചേ. എന്നാലും എനിക്ക് തരണ്ടേ? തരണ്ടേ? എന്നിട്ട് അത് ഞാൻ അത് ചോദിച്ചതൊക്കെ നോക്കിട്ട് അവക്ക് എടുത്തു കൊടുത്തു. അപ്പൊ എനിക്ക് എത്ര സങ്കടം ഉണ്ടാവും? ശരി ശരി. അപ്പൊ നീ എന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? എന്റെ മക്കൾ ഉള്ളിയേരി. എന്നാ ഞാൻ പോട്ടെ അമ്മ. അയ്യടെ, അരിഞ്ഞിട്ട് പോയാ മതി. കണ്ണെരിയാണ്. അപ്പൊ നീയല്ലേ കുറച്ചു നേരത്തെ കുറെ ഡയലോഗല്ലേ ഇട്ടത്, കണ്ണെരിയുന്നത് എന്തുകൊണ്ടാന്നൊക്കെ. ഞാനും കേരളത്തിലെ പെൺപിള്ളേരാണല്ലോ. പിള്ളേരെ ഒന്ന് ഒഴിച്ചതാടി എനിക്ക്. അവിടെ ഇരിക്കണേ. ഒന്ന് വാ മക്കളെ, അവള് വരുന്നില്ല, അവക്ക് പണിയുണ്ട്. അമ്മ പോയേ, അമ്മ അമ്മയുടെ പാട് നോക്കി പോയേ. മനസാക്ഷിയില്ലേ? അത്രയും മനസാക്ഷിയൊക്കെ എനിക്കുള്ളൂ. ഇങ്ങോട്ട് കാണിക്കണം. പെണ്ണിന് കഴിവേദനിക്കുവേ. അമ്മ പോ. ഒന്ന് ഒഴിച്ചാടി. ഇല്ല, സരിതന്നെ വിളിക്ക്, ഫോൺ വിളിക്ക്, അവള് വരട്ടെ. കണ്ടോ നോക്ക്, അമ്മ അറിയാണ്ട് പിടിച്ചു പോയത്. അത് സാരല്ല, മക്കളായി കൈ പറഞ്ഞു പോയാലോ. മക്കളെ ഒഴിച്ചു. ഞാൻ പറയുന്നതേ അവള് കേൾക്കത്തുള്ളൂ. ഇല്ല, സവാളരിയാം. ഇങ്ങനെയുള്ള പണിക്കൊക്കെ നമ്മളെയും വേണം. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിലയും. അവിടെ ഇരിക്കണേ നീ. എന്നിട്ട് തുപ്പിടണം. മെയ് അനങ്ങി തുടക്കടാ. ഇവളോട് ചുമ്മാ ഇവിടെ വാങ്ങി നോക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞേ. ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. നിനക്കെന്താ ഹെൽപ്പ് ചെയ്താല്? അയ്യോ വേണ്ട, വേലൊക്കെ ഉണ്ട്. ചേച്ചിന്റെ സൗന്ദര്യം പോയി. അതൊന്നും അല്ല. പിന്നെന്താ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണേ. നീ എങ്ങോട്ട് ഇറങ്ങി പോകുന്നു? അയ്യോ, അങ്ങനെ ഇറങ്ങി പോണേ അല്ല, കല്യാണം കഴിച്ച് പോണ കാര്യം പറഞ്ഞത്. നീ ആരും ഇവിടെ അടുത്ത് കെട്ടിച്ച് വിടാൻ പോണോ നിന്റെ വിചാരം? നീ കെട്ടിച്ച് വിടണ്ട, ഞാൻ ചാടിപ്പോക്കോളാം. അച്ഛാ, ഇവളെവിടെയോ ആരെയോ കണ്ടുവെച്ചിട്ടുണ്ട്. ഇവള് മതിൽ ചാടും, ഉറപ്പാ ഇവള് മതിൽ ചാടും. മതിൽ ചാടിയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. അച്ഛാ, ഞാൻ പോയി വടി എടുത്തോണ്ടേ. ഇല്ല കുരുപ്പേ, മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ നിന്റെ തലയൊഴി ഞാൻ വെള്ളം കോരി ഒഴിക്കും. ഞാൻ തലയോട്ട് പറഞ്ഞ കുരുപ്പിനെ വിളിക്കരുത്.
അച്ഛൻ ഞാൻ എന്തായാലും കല്യാണം കഴിച്ച് പോകുമ്പോ എനിക്ക് വീടോ കാറോ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ ഇതിനെ കിടന്ന് പണിയെടുക്കുന്നേ. അയ്യോ ഭയങ്കര ബുദ്ധിയുള്ള പെണ്ണ. നിന്റെ തല വെയിലത്ത് കാണിക്കല്ലേ. കേറി അകത്തോട്ട് പൊക്കോ. പോയി സപ്രപഞ്ചത്തെ പോയിരുന്നോ. ഇല്ല, എനിക്ക് വൈറ്റമിൻ ഡി കിട്ടണം. ഇവളിങ്ങനെ കണ്ടിട്ട് എനിക്ക് ചൊറഞ്ഞു വരുന്ന കേട്ടോ. നീ അകത്ത് കയറിപ്പോയ ചുമ്മാ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ. എന്നാ നീ ചൊറിയടാ നിന്നോണ്ട്. ഇവിടെ ഇപ്പൊ നിൽക്കുന്ന വഴി വായി നോക്കാം. അച്ഛൻ അകത്ത് കയറി പോകാൻ പറ. എടാ 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 എനിക്ക് നിന്റെ സ്വഭാവം ഇല്ല. നീ അല്ലേ ഇമാജിൻ ചെയ്ത കല്യാണവും ഇറങ്ങിപ്പോക്കും മതില് ചാട്ടോ. എന്റെ പൊന്നു കൊച്ചെ ചൊറിയാതെ കേറിപ്പോ. ചെല്ല് ഞങ്ങളെ ഒന്ന് കഴുകട്ടെ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നീ പണിയെടുക്ക. എനിക്ക് നീ പണി എന്തുവാ ഒഴിച്ചു വിട്ടോ. അതൊക്കെ പുട്ടിയാ ഒഴിച്ചിറങ്ങിപ്പോട്ടെ. ഒഴിച്ചു വിടും. ആർക്കാണ് പുട്ടി? അല്ല മതിലൊരു പന്തിയും കൂടെ പൊക്കി കേട്ടാ. എന്തായാലും വായന്ന് വീണില്ലേ. ഇവന് ഹൈറ്റ് കൂടുതലാ. ഇവൻ ചാടി പോവാണ്ടിരുന്ന നോക്കിക്കോ അച്ഛൻ. ഞാൻ PSC എഴുതി പാസ്സായിട്ട് അച്ഛൻ തന്നെ അന്ന് സടനെ കെട്ടിച്ച് എനിക്ക് ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരും. അല്ലേ നീ ആദ്യം ഇരുന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. അച്ഛാ കയറി പോകാൻ പറയാം. ഞാൻ പൊടുന്നു വിടും. അവ ഇങ്ങനെ പുസ്തകം ഇങ്ങനെ വെക്ക, അതിന്റെ അടിയിൽ ഒരു ഫോൺ ഉണ്ടാവും. വെറുതെ കൊളാക്കാൻ വേണ്ടി. വണ്ടിക്കകത്ത് വെള്ളം വീട് സീറ്റിൽ അതറാം. വണ്ടി കഴുകുമല്ലേ, നിന്റെ മേത്ത് വെള്ളം വീണം. എന്റെ മേത്ത് വെള്ളം വെച്ചാൽ നീ വിവരം അറിയും. ഇവളെ കൊണ്ട് അങ്ങനെയെങ്കിലും പ്രയോജനം ഉണ്ടായടാ. വണ്ടിയുടെ പുറത്ത് വെള്ളം ഒഴിച്ചില്ലേ. ഞാൻ പണിയെടുക്കത്തില്ല. നീ എന്റെ മേത്ത് വെള്ളം വെച്ച് വിട്ട് നീ ഇത് ഓങ്ങി നീ വെച്ചോ. നീ വാഴാടുന്നു. ഞാൻ തിരിച്ചു വരും കേട്ടോടി. പിന്നെ വരും. ഇതിപ്പോ നിങ്ങളെ കൂടെ എന്നെ നനയ്ക്കുവാണ്. ഇതൊന്നും പരിപാടിയാ. നീ തുടക്കേ. പിന്നെ എന്നെ തുടക്കാൻ മാറിപ്പോക്കോ. ഞാൻ ഒഴിച്ചു വിടും. ഞാൻ ഒഴിച്ചു വിടും. തലവഴി ഒഴിച്ചു വിടും. മാറിക്കോ. അങ്ങോട്ട് ഒഴിച്ചു. മക്കളെ കൃഷ്ണ, അമ്മയുടെ കണ്ണിൽ ഈ മരുന്നൊന്നും എടുത്ത് നോക്കി. അച്ഛമ്മ ഞാൻ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുവല്ലേ. എന്നിട്ട് നീ കയ്യും കെട്ടി നിൽക്കുമല്ലേ. ശരിയായി. എടാ പ്രകാശ, നിന്റെ ഈ പിള്ളേർക്കൊന്നും എന്നോട് ഒരു ബഹുമാനവും ഇല്ല. എടി കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കി. നിനക്ക് എന്താ കുഴപ്പം? ഓ അച്ഛാ, ഇവള് കല്യാണം കഴിഞ്ഞ് കെട്ടി എഴുന്നള്ളി പോവല്ലോ. പിന്നെ ഇവക്ക് എന്ത് അച്ഛമ്മ, എന്ത് സ്നേഹം, എന്ത് കരുതൽ ഇവക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അഴിക്ക ചെറുക്ക, നിന്നെ മറന്നാലും ഞാൻ അച്ഛമ്മേനെ മറക്കത്തില്ല. കണ്ടോ, എന്റെ മോക്ക് എന്നോട് സ്നേഹമുള്ളൂ ഈ വീട്ടില്. അതെ, അച്ഛമ്മ വാ അച്ഛമ്മ, ഞാൻ ഒഴിച്ചു തരാം. അല്ലെ ഈ ഓപ്പറേഷൻ വല്ല ചെയ്താൽ പോരെ, എന്തിനാ കൊച്ചുമക്കളെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത്? അതെ, നിന്റെ അച്ഛനോട് പറ, എന്നെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കണ്ണിന് ഒരു കാഴ്ച കാണണമെങ്കിൽ പറ. ആ ബെസ്റ്റ്. അച്ഛന് വല്ല കയ്യായ്മ വന്ന അച്ഛമ്മ കൊണ്ടുപോകാറില്ല. അപ്പഴാ അച്ഛമ്മേനെ കൊണ്ടുപോയി. നീ പോയി ഒഴിച്ചു കൊടുത്തല്ലേ. പണി എടുക്കടാ. ഒഴിച്ച വെള്ളം ഒഴിച്ച. അച്ഛാ, എനിക്കൊരു ഐഡിയ. എന്താണ്? ഇവിടെ നമ്മുടെ എന്തോ നേത്ര ക്യാമ്പ് എന്തൊരു സംഭവം നടക്കുന്നില്ലേ? എവിടെ? നമ്മുടെ കുടുംബശ്രീയുടെ നേത്ര ചികിത്സാ ക്യാമ്പ്. അത് അമ്മയല്ലേ സെക്രട്ടറി. ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ അച്ഛനെ ഓപ്പറേഷൻ ചെയ്യിക്കല്ലോ അച്ഛമ്മ. കൊള്ളാല്ലേ? ക്യൂ നിൽക്കണ്ട, ലൈനും വേണ്ട. അച്ഛമ്മക്ക് നേരെ പോവാ, ചെയ്യാ, വരുവാ, പരിപാടി കഴിഞ്ഞു. നീ പോയി ഒന്ന് പുഷ്പെടുക്കുന്ന സംസാരിച്ചു നോക്കിയേ. ഞാനാ അമ്മയോടാ? അച്ഛൻ പോയി നമുക്ക് ഞാൻ പറഞ്ഞ കേക്കൂടെ? കേക്കും. ഫ്രീ ഓഫ് കോസ്റ്റ്, നോ മണി. അത് ഐഡിയ കേട്ടോ, എടുക്കാൻ. അപ്പൊ നിങ്ങൾ ഈ കാറും തുറച്ചിട്ട് ഞാൻ പോയി ഒന്ന് സംസാരിച്ച് സോപ്പിട്ടിട്ട് വരാം. അങ്ങ് അമ്മക്ക് തുടക്കാം. അവിടൊക്കെ അമ്മക്ക് തുടക്കടാ. എവിടെ? അമ്മക്ക് തുടങ്ങാം. നിങ്ങളും പിള്ളേരും അല്ലേ വെള്ളം എടുത്തിട്ട് പോകുന്നത് കണ്ടേ? അവർക്കിന്ന് സേവനവാര പരിശീലനമാണ്. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേതായാലും നന്നായി. അവിടെ മാറിയേക്ക്. എനിക്കിത് തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണോ നേത്ര ചികിത്സാ ക്യാമ്പിന് പോകാൻ വേണ്ടിട്ട്. ഞാൻ അതിനെപ്പറ്റി പറയാനാ നിന്നോട് ഇപ്പൊ വന്നത് ഇവിടെ. നീ നമ്മുടെ അമ്മയെ കൂടെ കൊണ്ടുപോയി കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കാവോ? അതെല്ലാം പാവപ്പെട്ട ഉള്ള ആൾക്കാർക്കാണ്. അല്ലാണ്ട് നമ്മുടെ അമ്മ എന്താ പാവല്ലേ? നിങ്ങളമ്മ പാവ, നല്ല പാവം. ഞാൻ ആ പാവയല്ല ഉദ്ദേശിച്ചത്. അത് സാധാരണക്കാർക്കുള്ള നേത്ര ചികിത്സാ ക്യാമ്പോ. നിങ്ങളമ്മേനെയൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ മാറിക്ക്. ഒരു കണ്ണിന്റെ ചികിത്സയല്ലേ, നിനക്കൊന്നും കൊണ്ടുപോയി കാണിച്ചു തരാം. എന്താ പാവപ്പെട്ടവരെ മാത്രം കേട്ടോളൂ, നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടോ? ആടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ? നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ.
നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ പൂത്ത കാശുണ്ട് നാട്ടുകാർക്ക് മുഴുവനും അറിയും. ഞാൻ അതെല്ലാം കൊണ്ട് എന്ത് നാണക്കടൊന്ന് ചിന്തിച്ചു നോക്കി. ഇതെല്ലാം ഇങ്ങനെ വന്ന് പറയല എന്നോട്. പൈസ ഉള്ളൂട്ടക്കല്ലുള്ളതാ ആ കേമ്പല്ല. എന്ത് കുത്ത എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാം കൂടെ പറിച്ചു കളഞ്ഞിട്ട് ഞാൻ എന്റെ അമ്മയെ കൊണ്ട് കാണിക്കും. അതാ പിന്നെ നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. പിന്നെ ഇതെന്തിനാ എന്നോട് പറയാൻ നിൽക്കുന്നത്? അല്ല അതല്ലേ നല്ലത്. പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത് പറയാൻ തന്നെ? നിനക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? നീ കൂടുതൽ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അമ്മയ്ക്ക്. അവിടെ അമ്മ വരുമ്പോൾ അമ്മ ക്യൂവിൽ നിർത്താതെ, അമ്മയുടെ മുട്ടുവേന നിനക്കറിയാമല്ലോ, ക്യൂവിൽ നിർത്താതെ ഒന്ന് കയറി ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ മതി. അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല എനിക്ക് കഴിയില്ല. ഇനി ഒരു ഉപകാരം ചെയ്യടി, അമ്മായിമ്മല്ലേ. ഇല്ല എനിക്ക് കഴിയില്ല. അത്ര തന്നെ. എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. എന്ത് വൃത്തിയാക്കിട്ട് ഒരു കാര്യമില്ലടി. മനസ്സ് നന്നാവണം. കൊണ്ടുപോ. എന്താ ഉരുട്ടി ഉരുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നാ പിന്നെ നിങ്ങൾ തന്നെ അടിച്ചു വരും. അതല്ലേ നല്ലത്. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ ചെയ്തോളൂ. തപ്പറിട്ട് അടിക്കാൻ എനിക്ക് അറിയായിട്ടൊന്നല്ല കേട്ടാ. നീ അത് ഞാൻ ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് വേണം തള്ളേ നീ നാട് നിറയെ പാടി കിടക്കാൻ വേണ്ടിട്ട്. ഇനി അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ സമാധാനത്തിൽ അമ്മയൊന്ന് കണ്ണ് കാണിച്ചിട്ട് പറഞ്ഞു വിട്. നിങ്ങൾക്ക് കുറച്ച് നാണുണ്ടോ മനുഷ്യ? നാണുണ്ടാ നിങ്ങൾക്ക്? എന്തിനാ 500 രൂപ കൊടുത്താല് നല്ല കണ്ണിന്റെ ഡോക്ടറെ കാണിക്കാൻ പറ്റും. എന്നിട്ട് അത് ഫ്രീ കിട്ടുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ പറവ് കിടക്കാൻ നിൽക്കുന്നത്. ഇടി ഇവിടെ അടുത്തുള്ളപ്പോൾ അത് സൗകര്യമല്ലേ? അത് മാത്രമല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ മരുമോൾ അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തു എന്നൊരു സൽപ്പേര് നിനക്കെട്ട്. എനിക്ക് അത്ര സൽപ്പേരൊന്നും വേണ്ടപ്പാ. ഞാൻ ആ സൽപ്പേരൊന്നും നേടിയിട്ട് ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതെ, നല്ലത് പറഞ്ഞാൽ ചിലർക്കൊന്നും. നിങ്ങൾ എന്നെ ഇതൊന്നും ചെയ്യാൻ വിടുവോ? എന്നാ പിന്നെ വിട്ടോ. ഓ ഞാൻ ചെയ്തോളൂ. ഇതൊന്നും ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ല. പറമ്പ് വൃത്തിയായി കിടക്കും, മനസ്സോടെ വൃത്തിയാണം. വേണ്ട, അതാടി കൊള്ള പേടിക്കിട്ടൊക്കെ വിട്ടോ. പേടിച്ചിട്ടൊന്നുമല്ല. നാട്ടുകാരെ കൊണ്ട് നിന്നെ നാട്ടൊക്കെ കേസ് കേൾപ്പിക്കണ്ടല്ലോ വെച്ചിട്ടാ. ഭർത്താവിനെ തല്ലി നാട്ടുകാർ പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പുണ്ടോ? അവിടെ ആരും നോക്കുന്നൊന്നുമില്ല. തൂക്ക്. അപ്പൊ ഓക്കെ, കാര്യം ഓക്കെ അല്ലേ? അമ്മായിമ്മ കൊണ്ടുപോകല്ലോ. ഒരു കാലത്ത് എനിക്ക് ഇത്ര ഗുണമല്ല മതി. നമ്മളൊക്കെയാണ് മനുഷ്യർക്ക് നല്ലത് ചെയ്യാൻ അവസരം നോക്കി നടക്കുന്ന ആൾക്കാർ. നിനക്കൊരു അവസരം തന്നെ അത് നീ നശിപ്പിച്ച് കളയുക. ഞാനും കൂടെ സഹായിക്കാം. നീ അമ്മയും കൊണ്ട് പോകൂ. ഞാൻ സഹായിക്കാം. ചെയ്യോ? എന്നാ ചെയ്യും. കൂടെ നിന്ന് സഹായിക്കാം. നീ അമ്മയും കൊണ്ട് പോവൂ. ഓ അത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. മോളെ ഇപ്പൊ എന്നെ കണ്ടാൽ എങ്ങനുണ്ട്? സൂപ്പർ അല്ലേ? അവിടെ നേത്ര ക്യാമ്പിൽ പോകുമ്പോഴേ അവിടെയുള്ള ആൾക്കാർ വായും പൊളിച്ചങ്ങ് നിൽക്കും. ആണോ? പിന്നെ കുറച്ചുകൂടെ മേക്കപ്പ് ഇടായിരുന്നു. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ചെറുപ്പമായനെ. ആണോ? എന്നാ നമുക്ക് ഒരു ലെയറും കൂടി അങ്ങ് അടിക്കാം. എന്റെ ദൈവമേ, ഇതിപ്പോ നാണക്കേടാവുമല്ലോ. അച്ഛമ്മേ സത്യം പറയാലോ, ഈ മേക്കപ്പ് ഭയങ്കര ഓവറാ. എന്നിട്ടാണ് ഈ തൂക്കിയിട്ടേക്കണേ. പോയിരുന്നു. എന്തോ ഓരോ ഓവറും ഇല്ല. അച്ഛൻ സുന്ദരിയായിട്ടുണ്ട്. അതെ, വെയിലത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കൊട എടുത്തു, അല്ലെങ്കിൽ ബ്ലഷ് ഒക്കെ ഒലിച്ചിറങ്ങും. ഹലോ, ഇത് കൃഷ്ണ ചെയ്ത മേക്കപ്പാ. ഇത് വെയിലത്തൊന്നല്ല, തീയിലിട്ടാൻ പോലും പോകത്തില്ല. എന്നാ നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാം. കേട്ടാ അവര് ചുട്ടെടുക്ക അച്ഛമ്മ കൊല്ലാൻ നോക്കുക. കൃഷ്ണ, ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. നിന്നോട് പറഞ്ഞില്ലല്ലോ. എന്നാലേ അമ്മ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മക്കളെ, ഇവൾ ഇതും പറയും, ഇതിന്റെ അപ്പുറം പറയും. എന്നെ ക്യാമ്പിൽ സഹായിക്കണമെന്ന് എന്റെ മോൻ ഇവളോട് പറഞ്ഞപ്പോ ഇവൾ എന്നെ പറഞ്ഞെന്നറിയോ? എന്താ അവളുടെ പട്ടി പറയുമെന്നാ പറഞ്ഞത്. അച്ഛമ്മ എന്താ പറഞ്ഞെന്നറിയാ? എനിക്ക് ക്യൂലൊന്നും നിൽക്കാൻ കഴിയില്ല, എന്നെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് കാണിക്കണം. അവിടെ എല്ലാരും കണ്ണ് അസുഖമായിട്ട് തന്നെയാ വരുന്നത്, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട്. അതിന് എല്ലാരെ പോലെയാണോ? ഇത് നമ്മുടെ അച്ഛമ്മയല്ലേ? അച്ഛമ്മ എന്താ VIP ആണോ? VIP ഒന്നും അല്ലെങ്കിൽ അച്ഛമ്മ തന്നെയാണല്ലോ. ഈ ബാഗൊന്നും കൊണ്ട് എന്റെ കൂടെ വരാൻ പറ്റില്ല. ഈ ബാഗിന് എന്താ കുഴപ്പം? ഈ ബാഗൊക്കെ മാറ്റി മേക്കപ്പ് ഒക്കെ കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ വന്നാൽ ഞാൻ കൂട്ടും, അല്ലെ ഞാൻ കൂട്ടത്തില്ല. ഈ ബാഗിന് എന്താടി കുഴപ്പം? മക്കളെ, ഞാൻ പോവാ കേട്ടോ. അവിടെ വന്നേ, ഞാനും വരുന്നു. ഞാൻ കൂട്ടുവല്ല. നിക്കാൻ ഇല്ല, ഞാൻ കൂട്ടൂല. അത്രേനെ.
അമ്മ അച്ഛമ്മയോട് ചെയ്തതൊന്നും ശരിയായില്ല. പിന്നെ അച്ഛമ്മ ചെയ്യണതൊക്കെ ശരിയാണല്ലോ. ഈ കാര്യത്തിൽ അച്ഛമ്മയാ ശരി. അമ്മയാണ് ശരി. ഒന്ന് പോയ ചേച്ചി, അച്ഛമ്മയാ ശരി. അമ്മയാണ് ശരി. അച്ഛമ്മയാ ശരി. അമ്മയാണ് ശരി. എടാ എന്തുവാടാ ഇത്? നീ ചൂലിങ്ങെടുത്തേ, തൂക്കട്ടെ. അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി, ഞാൻ കാര്യം അതൊക്കെ വൃത്തിയാക്കങ്ങ് വാ. എടാ ഇത് ബാലൻസ് ഉള്ളവർക്ക് പറ്റുന്ന ഒരു പണിയാ. നീ ഇങ്ങോട്ട് എടുത്തേ. ഓ പിന്നെ വലിയൊരു ബാലൻസ്, ബാങ്കിൽ വരെ 0 ആയി കിടക്കുന്നു അന്നേരം. നീ അച്ഛന്റെ ബാലൻസിനെ തൊട്ട് കളിക്കല്ലേ. തലകളായത് പിന്നെ വന്നോണ്ടിരിക്കുക. അച്ഛാ ഇതിന്റെ ഒക്കെ കാരണം ഈ മരങ്ങളാ, വെട്ടിക്കളാ. നിനക്കെന്നോടാ പുണ്ണി? നീ ചുമ്മാ ചൊറിയല്ലേ? നീ ആരതൊക്കെ പറയാൻ? ഞാൻ അപ്പുണ്ണി. നീ അപ്പുണ്ണി നീ വെറും വാല്. അയ്യടാ, അതിനെനിക്ക് വാലില്ലല്ലോ. നിനക്ക് വാലുണ്ടല്ലോ. ഇത് തല, ഇതൊടല്, നീ വെറും വാല്. മിണ്ടായിരേ. അച്ഛൻ ഇങ്ങ് ഇറങ്ങച്ച, ഞാൻ ചെയ്യാം പ്ലീസ്. ഞാൻ അച്ഛൻ ചെയ്തോളാം. കിണിക്കല്ലേ ചെയ്ത് നല്ല ശീലമുള്ളത്. ആദ്യം വിട്. ഇത് അവളന്മാര് പിന്നെ അടി തുടങ്ങി. ചെല്ല്. ഇവരെ കൊണ്ട് തോറ്റു. നിന്റെ വലിയ ആഗ്രഹം നീ കറി വൃത്തിയാക്ക്. അച്ഛൻ പോയി, ഇനി ഞാൻ തല. നീ ബാ, ഇതൊന്ന് പിടിച്ചപ്പാ. ഞാൻ വാലായിരിക്കും. ആ ബാ പിടി. ആ ചൂരിങ് എടുത്തറണേ. കമോൺ മൈ അസിസ്റ്റന്റ്, വേന്ന താടാ. ഒന്നോട് കേറിയിട്ട് ഞാൻ കറക്റ്റ്. എടാ ചൂട് താടാ. ഇല്ല, രണ്ടിന്റെ തലയാൻ പറഞ്ഞെടുക്കുവേ. അച്ഛൻ പറ, അച്ഛമ്മയാണോ ശരി, അമ്മയാണോ ശരി? എന്തോ അച്ഛമ്മയാണോ ശരി, അമ്മയാണോ ശരിന്ന് ഞാൻ പറയാം. ചേച്ചി പറയണ്ട. ഞാൻ പറയും. പറയണ്ട. പറയും. നീ പറ. അച്ഛാ ഞാൻ പറയും. പറ. അച്ഛാ, അച്ഛമ്മയല്ലേ ശരി? അച്ഛാ അമ്മയല്ലേ ശരി? അച്ഛമ്മയാ ശരിന്ന്. അച്ഛമ്മ ശരിയാ. അപ്പൊ അമ്മ ശരിയല്ലേ? അമ്മയും ശരിയാ. അമ്മ ശരിയാണെങ്കിൽ എങ്ങനെ അച്ഛമ്മ ശരിയാവണേ? അച്ഛമ്മ ശരിയാണെങ്കിൽ പിന്നെ എങ്ങനെ അമ്മ ശരിയാവുന്നേ? അമ്മയാണ് ശരി. അച്ഛമ്മയാ ശരി. അമ്മയാണ് ശരി. പോയ ചേച്ചി, അച്ഛമ്മയാ ശരി. അമ്മ ശരി. നിർത്തിക്കേ. അമ്മയല്ല അച്ഛമ്മയല്ല കുഴപ്പക്കാര്, നിങ്ങൾ രണ്ടുപേരോ കുഴപ്പക്കാർ. ഈ ചേച്ചിയാ കുഴപ്പം. നീയാ കുഴപ്പം. ചേച്ചിയാ കുഴപ്പം. നീയാ കുഴപ്പം. ചേച്ചി ഈ അച്ഛൻ കൂടത്തില്ല. അച്ഛനെ ശരിയല്ലാത്ത. അച്ഛനാണോ ശരിയല്ല? അച്ഛനാണോ ശരിയാത്ത? സത്യത്തിൽ ആരാ ശരി? ആദ്യം സ്വന്തം വീട് നേരെയാക്കണം, എന്നിട്ട് വേണം നാട്ടുകാരെ നന്നാക്കാൻ പോകാം. ഇതൊക്കെ എന്തോ നീ മൊത്തം കാട് പോലും. ഓ അപ്പച്ചി പിന്നെ എഴുന്നേണ്ടി വന്ന. പതുക്കെ ഇറങ്ങ്. അച്ഛമ്മക്ക് തന്നെ പറ്റി? ഒന്നും പറ്റാനടാ, എല്ലാം പോയടാ. എന്നെ പോയതും വന്നതെല്ലാം പിന്നെ പറയും. ഓട്ടോന് പൈസ കൊടുത്തേ. ബാഗ് കുടിച്ചടാ. ഇതിന്ന് എടുത്തു കൊടുക്കൂ. ഓട്ടോക്ക് കൊടുത്തോടി പൈസ. അമ്മയുടെ പേഴ്സിൽ ചില്ലറ ഉണ്ടായിട്ടില്ല അമ്മേ, ഞാൻ എന്റേത് കൊടുത്തു. ഇതിപ്പോ എന്തോ അച്ഛമ്മ ഇതൊക്കെ, ഇതെന്തോ സംഭവം? എന്ത് പറ്റാനാ മക്കളെ ഇതിൽ കൂടുതല്? പറ്റിയതൊക്കെ പിന്നെ പറയാം, അകത്ത് കയറിയിട്ട് വാ. പിടിച്ചേട്ടാ നീ അപ്പുറത്ത് ഓടി, ഞാൻ ഇവിടെ പിടിച്ചോളാം. പയ്യെ പയ്യെ ഇവിടെ ഇരിക്ക്. എന്താ അച്ഛമ്മയ്ക്ക് പറ്റിയേ? ഇരിക്ക്. അച്ഛാ എന്നാടാ? ഒന്നിങ്ങ് വന്നേ.
ഏ? പറയ്. ഹേയ്, അമ്മയ്ക്ക് തന്നെ പറ്റി? എല്ലാരും കൂടെ കണ്ണു വെച്ച് എന്റെ കണ്ണടിച്ചു പോയടാ മക്കളെ. അയ്യോ, അതിന് അച്ഛമ്മയുടെ കണ്ണടിച്ചു പോവാൻ അച്ഛമ്മയുടെ കണ്ണ് ട്യൂബ് ലൈറ്റ് ആണോ? ഉണ്ടായിക്കണ അവിടെ. അല്ല അമ്മേനെ അല്ല ആര് കണ്ടു വെക്കാനാ? അവളെവിടെയാ നിന്റെ തള? വഴക്കിടാതിരുന്നിട്ട് കാര്യം പറ. ഡോക്ടർ എന്നാ പറഞ്ഞേ? ഇപ്പൊ കണ്ണിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. സമാധാനായി. പക്ഷെ അടുത്ത കാഴ്ച നഷ്ടപ്പെടുമെന്നും കൂടി പറഞ്ഞു.